പ്രിയമുള്ളവരെ, നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പി അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് വിവാദപരമായൊരു പ്രസ്താവന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ നാക്ക് ശരിയല്ല. നിരന്തരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വിവാദപരമായി ഒരു അറ്റൻഷൻ നേടുക അദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവമാണ്. അങ്ങനെ ഒരു പ്രസ്താവന പ്രതീക്ഷിച്ചിരുന്നു. അതിന് കാരണവും കൂടിയുണ്ട്. കാരണം കോഴിക്കോട് ജില്ലയിൽ UDF വലിയ മികച്ച വിജയമാണ് നേടിയത്. ആകെയുള്ള 13 സീറ്റിൽ 12 സീറ്റും UDF നേടി. പക്ഷേ വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ച് അൻവർ മത്സരിച്ച ബേപ്പൂരിൽ മാത്രം UDF പരാജയപ്പെട്ടു. എന്തായാലും അതിൻ്റെ ഒരു പഴി മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമൊക്കെ അൻവർ ചാർത്തിക്കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. ഒരുപക്ഷെ അതിൽ ചില യാഥാർത്ഥ്യങ്ങളും ഉണ്ട് എന്ന തോന്നലും രാഷ്ട്രീയ നിരൂപകർക്കിടയിൽ നിന്നുണ്ടായിരുന്നു. കാരണം മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള 29 സീറ്റുകളിൽ UDF പരാജയപ്പെട്ട ഏക സീറ്റ് ബേപ്പൂർ ആണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അത് എന്തായാലും അൻവറിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാകാം. UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും മിഷണറിമാർ പ്രവർത്തിച്ചില്ല എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുമെന്ന് സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അൻവർ ഇലക്ഷനെ തുടർന്ന് അപ്രതീക്ഷമാകുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നീട് പ്രസ്താവനകൾ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിവാദത്തിന് തിരികൊളുത്തപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇത്തവണ അൻവർ അല്ല വിവാദത്തിന് തിരികൊളുത്തിയത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് കോഴിക്കോട് DCC പ്രസിഡന്റും കൊയിലാണ്ടി MLAയുമായ പ്രവീൺ കുമാറാണ്. അദ്ദേഹം ഇന്നലെ UDFിൻ്റെ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് UDF 13-ൽ 13 സീറ്റും കോഴിക്കോട് ജില്ലയിൽ നേടുവാനുള്ളതായിരുന്നു. ഒരു സീറ്റിൽ, അതായത് ബേപ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം അതിൻ്റെ അപചയമാണ്. അഥവാ സ്ഥാനാർത്ഥി നിർണയം കറക്റ്റ് ആകാത്തതുകൊണ്ടാണ് UDFിന് ബേപ്പൂരിൽ പരാജയപ്പെടേണ്ടി വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒന്നുകൂടി അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട്, അവിടെ കോണിയിലോ കൈപ്പത്തിയിലോ ആണ് ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നത് എങ്കിൽ വിജയിക്കുമായിരുന്നു എന്നാണ്. അതായത് അൻവർ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എന്ന് പറയുന്നില്ല, ഒരു പക്ഷേ ചിഹ്നത്തിൽ മത്സരിക്കാത്തതുകൊണ്ടായിരിക്കാം. കോണിയോ കൈപ്പത്തിയോ കോഴിക്കോടുകാർക്ക് ഫെമിലിയർ ആയിട്ടുള്ള പരിചിതമായിട്ടുള്ള 2 ചിഹ്നം. ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ കോണിക്ക് ഏണി എന്നാണ് പറയാറുള്ളത്. എന്തായാലും ആ 2 ചിഹ്നങ്ങൾ അല്ലാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ടതെന്നാണ് പ്രവീൺ കുമാറിൻ്റെ ഒരു വാദം. എന്തായാലും അത് അൻവറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അൻവർ പ്രവീൺ കുമാറിൻ്റെ പ്രസ്താവന അടങ്ങുന്ന വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, തന്നെ ചേർത്തു പിടിക്കാത്തവർ ചേർത്തു നിർത്തിയില്ല, താൻ ചതിക്കപ്പെട്ടു. പക്ഷെ അങ്ങനെ ചതിക്കപ്പെട്ടു എന്ന് പറയുവാൻ തനിക്ക് വൈമനസ്യമുണ്ട്. കാരണം LDF നിന്നൊക്കെ ഇറങ്ങി വന്ന ഒരാളാണ്. അപ്പോൾ താൻ UDFിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് ചതിക്കപ്പെട്ടു എന്ന് പറയുവാൻ തനിക്ക് മനപ്രയാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാത്തതെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നു. ഒന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, VD സതീശൻ താൻ വിജയിച്ചാൽ മന്ത്രിയാക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് താൻ ജയിച്ചാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇലക്ഷൻ സംഭവിക്കാറുണ്ട്. കാരണം ഒരേ ജില്ലയിൽ നിന്ന് 2-3 പേർ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയാണെങ്കിൽ മറ്റുള്ള മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആളുകളെ പാരവെച്ച് തോൽപ്പിക്കുന്ന സമ്പ്രദായം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമുണ്ട്. കോൺഗ്രസ്സിലാകുമ്പോൾ കുറച്ചുകൂടി അത് പ്രകടമാണ്. കാരണം കോൺഗ്രസ്സിലാകുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അത് ചർച്ചയാവുകയും അത് പിന്നെ മാധ്യമങ്ങളിലേക്ക് വരികയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ CPMൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. നേരത്തെ നമ്മൾ മാരാരിക്കുളത്ത് നിന്ന് VS അച്യുതാനന്ദൻ 1996-ൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന VS അച്യുതാനന്ദനെ CPM പാരയിട്ട് കാലുവാരി തോൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ മുന്നണിയിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ കോൺഗ്രസ്സിലാകുമ്പോൾ അത് കുറച്ചുകൂടി ചർച്ചയാകപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ അൻവർ പറയുന്നത്, രാമനാട്ടുകര പോലെയുള്ള മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ്സിന് വ്യക്തമായ മുൻതൂക്കമുള്ള മുനിസിപ്പാലിറ്റിയിൽ അവിടെ തനിക്ക് അനുകൂലമായി വോട്ട് ലഭിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചർച്ച ചെയ്യപ്പെടുകയാണ് അൻവറിനെ UDF ചതിച്ചു എന്ന കാര്യത്തിൽ. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴിതെളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സൈബറിടങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ തോൽപ്പിച്ചെങ്കിൽ കണക്കായിപ്പോയി. രാഹുൽ ഗാന്ധിയുടെ DNA വരെ സംശയിച്ച, അല്ലെങ്കിൽ DNAക്ക് രാഹുൽ ഗാന്ധി ഈ നെഹ്റു പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളാണോ എന്ന് പോലും സംശയിച്ച് ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ഒരാളാണ് അൻവർ. അയാളെ രാമനാട്ടുകരയിലെ കോൺഗ്രസ്സുകാർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുണ്ടായി, വോട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങ് കണക്കായിപ്പോയി എന്നാണ് പറയുന്ന ഒരു കാര്യം. എന്തായാലും അൻവർ ഉയർത്തിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ അത് UDFിന് ഉപകാരപ്രദമായി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് സംഘപരിവാര സ്വാധീനം പോലീസിൽ ഉണ്ടായി എന്ന വലിയൊരു ചർച്ച മുന്നോട്ട് വെച്ചത് അത് അൻവർ ആയിരുന്നു. ഒരുപക്ഷെ മുസ്ലിം ലീഗും മറ്റുള്ള മുസ്ലിം സംഘടനകളും ഒക്കെ അത് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ചർച്ചയായത് LDFിൻ്റെ ഭാഗമായി നിന്ന, പ്രത്യേകിച്ചും പിണറായി പ്രകീർത്തനങ്ങൾ നിരന്തരം നടത്തുന്ന, LDFിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ വലിയ പോരാട്ടം നടത്തുന്ന അൻവർ LDF വിട്ട്
അത് പുറത്തു വന്നപ്പോഴാണ് അത് കൂടുതൽ ഇഫക്റ്റായി ആ കാര്യങ്ങളൊക്കെ ന്യൂനപക്ഷങ്ങൾ ഏറ്റെടുത്തതെന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അതിൻ്റെ വലിയൊരു പ്രതിഫലനം പി വി അൻവർ ഈ കാര്യങ്ങളൊക്കെ ഉയർത്തിയതിൻ്റെ വലിയൊരു പ്രതിഫലനം മലപ്പുറത്തും കോഴിക്കോടും ജില്ലകളിൽ മാത്രമല്ല തെക്കൻ ജില്ലകളിലും ഈ മതന്യൂനപക്ഷ പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം മതന്യൂനപക്ഷ മേഖലകളിൽ അദ്ദേഹത്തിന് പി വി അൻവറിന് ക്രൈസ്തവ സഭകളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അപ്പോൾ ആ മേഖലകളിലുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഫലനം ഉണ്ടാക്കി. യു ഡി എഫിൻ്റെ വലിയ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഘടകം പി വി അൻവറിൻ്റെ ഇത്തരം ആരോപണങ്ങളായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് ബേപ്പൂരിലെ തോൽവിക്ക് കാരണം അത് കോൺഗ്രസിൻ്റെ കാലുവാരലായിരുന്നു എന്ന് ചോദിച്ചാൽ ചെറിയ ഒരു ഘടകമായിരുന്നിട്ടുണ്ടാകാം. പക്ഷേ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി ആ മണ്ഡലത്തിൽ സജീവമായിരുന്നു എന്ന ഒരു കാര്യം നമ്മൾ കോഴിക്കോടുള്ള പ്രത്യേകിച്ച് ബേപ്പൂരിലുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം മന്ത്രി എന്ന രീതിയിൽ ടൂറിസം PWD വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. ആ മണ്ഡലത്തിൽ ഒരുപാട് റോഡുകളും വികസനങ്ങളും ഒക്കെ കൊണ്ടുവന്നിരുന്നു. പി വി അൻവറിൻ്റെ ബന്ധുക്കളൊക്കെ ആ മണ്ഡലത്തിൽ ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിന് നിലമ്പൂർ പോലെ സ്വാധീനമുള്ള ഒരു മണ്ഡലം അല്ല ബേപ്പൂർ. പക്ഷേ റിയാസ് മറ്റുള്ള കോഴിക്കോട് ജില്ലയിലുള്ള മറ്റ് MLA-മാരെക്കാൾ കുറച്ചുകൂടി ജനകീയനായിരുന്നു. ഒരു പ്രത്യശാസ്ത്ര ജാടകളില്ലാത്ത CPM-ൻ്റെ നേതാക്കന്മാരൊക്കെ സാധാരണ പ്രത്യശാസ്ത്ര ജാടയും ഈ പെരുക്കി പിടിച്ച സ്വഭാവമൊക്കെ ഉള്ള ആളുകളാണ്. അങ്ങനെയൊന്നുമില്ലാതെ ജനങ്ങളുമായിട്ട് ഇടപെടുന്ന താരതമ്യേന എല്ലാവരുമായിട്ട് സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു മുഹമ്മദ് റിയാസ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന് ബന്ധുബലം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് പശ്ചാത്തലം കൂടി ഉള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ ചില സ്വഭാവ ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ ഒരു ഇഫക്റ്റിൽ അദ്ദേഹം ആ മണ്ഡലത്തിൽ പിടിച്ചു നിന്നു എന്ന് വേണം നമുക്ക് പറയാനുള്ളത്. കാരണം വിജയിച്ചുവെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം 25,000-അകത്ത് വോട്ടുണ്ടായിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ ഏകദേശം 7,000-ആയി കുറയുന്നുണ്ട്. അതായത് വലിയൊരു മത്സരം പി വി അൻവറിന് അവിടെ കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ലീഗോ കോൺഗ്രസോ ചിഹ്നം അത് പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന ഒരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. പി വി അൻവർ നിലമ്പൂരിനെ പോലെ ഒരുപക്ഷെ അവിടെ ബേപ്പൂരിൽ സുപരിചിതനല്ല. അദ്ദേഹത്തിൻ്റെ ചിഹ്നം ഒരുപക്ഷെ അദ്ദേഹം ലീഗിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ചിഹ്നത്തിൽ മത്സരിക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. CPM-ൻ്റെ സൈബറിടങ്ങൾ നേരത്തെ കൊണ്ടാടിയിരുന്ന പി വി അൻവർ അവർ കടന്നൽ രാജ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. അയാളുടെ ഒരു തിരിച്ചുപോക്ക് അവർ കോൺഗ്രസിലേക്ക് പോയത് അവരെ സംബന്ധിച്ച് വലിയ ആഘാതമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ കോൺഗ്രസ്സുകാരാൽ ചതിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ CPM-ൻ്റെ സൈബറിടങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ കോൺഗ്രസ് കുറച്ചുകൂടി പരിഗണന പി വി അൻവറിന് കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊന്നും സ്ഥിരതയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അവർക്ക് തിരഞ്ഞെടുപ്പിൽ ഉപകാരപ്രദമായിട്ടുണ്ട്. ഒന്നുകിൽ ഒരു ക്യാബിനറ്റ് പദവിയോടുകൂടി അദ്ദേഹത്തെ ഏതെങ്കിലും കോർപ്പറേഷനിലോ ബോർഡിലോ പരിഗണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റേത് മാത്രമാണ്. കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ കോൺഗ്രസ്സിൽ വലിയ ബോഡികളുണ്ട്. എന്തായാലും ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാമല്ലോ. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. പി വി അൻവറിന് എന്തെങ്കിലും ഒരു ബോർഡോ അല്ലെങ്കിൽ കോർപ്പറേഷനോ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.